ഹലോ ഗായ്സ്, ഞാൻ മേഴ്സി മാത്യു. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിലിരിക്കുന്നത് അമരപ്പയറാണ്. എൻ്റെ പുറകിൽ കാണുന്ന അമരച്ചെടി നിങ്ങൾക്ക് കാണാം, അതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. എനിക്ക് 2 പന്തലിനകത്തായിട്ട് ഞാൻ അമരപ്പയർ നട്ടതാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു വളം കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വെള്ളം മാത്രം കൊടുത്തതേ ഉള്ളൂ. അതിങ്ങനെ നല്ല പോലെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കറി വെക്കാനായിട്ട് കൊടുത്തു. പിന്നും എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ പിള്ളേർക്കൊന്നും ഇത് അത്ര താല്പര്യമില്ല, കാരണം ഇത് സത്യം പറഞ്ഞാൽ ഇത് കടയിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മളിത് അരിഞ്ഞ് കറി വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു മക്കുചുവ പോലത്തെ ഒരു ചുവയുണ്ടാവും. സാധാരണ ആ ചുവ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് അരിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്താൽ ആ ചുവ പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കഴിക്കും. അതല്ല നമ്മൾ കഴുകാണ്ട് അത് വെക്കുവാണെങ്കിൽ പിള്ളേരൊന്നും കഴിക്കത്തില്ല, അതിൻ്റെ ടേസ്റ്റ് മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് വെക്കുവാണെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും. എന്താ മീൻസ് ഒരു ഇഷ്ടമില്ലാത്തൊരു രുചി ഉണ്ടല്ലോ, അതങ്ങ് മാറി കിട്ടാൻ വേണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴുകാതെ വെക്കുന്നതാണ്, പ്യുവറായിട്ട് വെക്കുന്നതാണ് അതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നത്. കഴുകി കഴിയുമ്പോൾ അതിൻ്റെ പകുതിയോളം വൈറ്റമിൻസ് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വല്ല ചീരയോ അല്ലെങ്കിൽ മറ്റ് പയറോ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ ആ ചുവയുണ്ടാകത്തില്ല. പക്ഷേ ഇത് ഒത്തിരി ശരീരത്തിന് നല്ലൊരു വെജിറ്റബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടം ഡയബറ്റിക്കാർക്കും ഹൈപ്പർ ടെൻസീവ് ഉള്ളവർക്കെല്ലാം നല്ലൊരു വെജിറ്റബിൾ ആണ്. ഇത് നമ്മൾ ചെറുതായിട്ട് അരിയേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കറി വെക്കാനായിട്ട് ഒരു 10 മിനിറ്റ് താമസമേ ആവുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് തേങ്ങയും മുളകും ഉള്ളി എല്ലാം കൂടെ കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കടുകും കൂടെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു ചോറിന് കൂടാൻ പറ്റിയൊരു തോരൻ കറിയാണ്. നമുക്ക് അത് മെഴുക്ക് പുരട്ടി ആയിട്ടും ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടം തേങ്ങയിട്ട് തോരൻ വെക്കാനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈയിടെ എൻ്റെ ഇതിൽ ഒത്തിരി ഉണ്ടായി. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ നെയ്ബേഴ്സിനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കുറേ ഇത് കൊടുത്തു. അപ്പം ഇനി ഞാനിത് ഫ്രണ്ട്സിനൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പറിച്ചതാണ് ഗൈസ്. കാരണം എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെയല്ല, ഞാനും ഹസ്ബൻഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. പിള്ളേർക്ക് ഇതിനോട് അത്ര താല്പര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ചെടി നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് അമരപ്പയർ. ഇതെന്നാണ് ഞാൻ ഈ വിളകളെല്ലാം പറിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ എന്താ മൂത്ത് പോയി, ഞാൻ കാണാതെ കിടന്നത് കൊണ്ടാണ് ഇതൊക്കെ മൂത്ത് പോയത്. അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇതിൻ്റെ വിത്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മൂക്കാൻ വേണ്ടി കുറേ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് കറി വെക്കാൻ കൊള്ളത്തില്ല. പക്ഷേ ഇവിടെ ഇനി ഞാൻ കാണാതെ പിന്നെയും പറിക്കാൻ വേണ്ടി കിടപ്പുണ്ട്. ഇതിനകത്ത് ഇടയ്ക്കൂടെ എല്ലാം കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പിഞ്ചായിട്ടുള്ളത് പറിച്ചാലാണ് അത് കറി വെച്ചാൽ രുചിയുള്ളത്. ഇടയ്ക്കൂടെ എല്ലാം നമുക്ക് കാണാൻ കിടക്കുന്നത്. ഞാൻ പിഞ്ച് മാത്രമേ പറിക്കാറുള്ളൂ, മൂത്തത് ഞാൻ പറിക്കാറില്ല. ഇതൊക്കെ നോക്ക് മൂത്ത് പോയി ഗൈസ്. പിന്നെ ഇവിടെ ഒരു കൊല പിഞ്ചാണ്, മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇത് ഇന്ന് പറിക്കാനായിട്ടില്ല, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അത് പറിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഇവിടെയൊക്കെ നോക്ക് ഗൈസ്, ഇങ്ങനെ കറി വെക്കാനായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പയറും കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പയർ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നട്ടുവെച്ചതല്ലേ, ഇത് തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ പയറിയടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് കിളുത്ത് വന്നതാണ്. ഇതുകൊണ്ടോ പയർ ഇവിടെ ഇടയ്ക്ക് ഓരോന്ന് പയറും കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഗൈസ് ഞാൻ സത്യം പറഞ്ഞാൽ 2 ചുവട് അമരപ്പയർ നട്ടുവെച്ചതാണ്. പക്ഷേ ഇത് നിറച്ച് ഇത് പടർന്ന് പന്തലിച്ച് ഇതിൽ ഒത്തിരിയായി. ഇതിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഗൈസ് പറിക്കാനുണ്ട്. ഉണ്ടോ, നമുക്ക് ഇനിയും പറിച്ച് കിട്ടാം. ഇത് സമയം ഒത്തിരി എടുക്കും ഇത് പറിക്കാനായിട്ട്. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഇത്രയും പറിക്കാൻ പറ്റിയത്. കാരണം ഇടയ്ക്കൂടെ എല്ലാം കിടപ്പുണ്ട്. ഇനി ഇതിൽ നോക്കിയാൽ കുറച്ചുകൂടെ പയറൊക്കെ പറിക്കാം. നിങ്ങൾക്ക് കാണാം, ഇത് പർപ്പിൾ കളറിൻ്റെ അമരപ്പയറാണ്. പർപ്പിളും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് കിടക്കുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാം. ഇതുകൊണ്ടാണ് പർപ്പിൾ, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കൂടെ മിക്സായിട്ട് നമുക്ക് കറി വെക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നോക്ക് ഗൈസ്, ഞാൻ ഇനിയും പറിക്കാൻ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര വെയിലാണ്. ഈ വെയിലത്ത് നിന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ വെയിലിന് ഭയങ്കര ശക്തിയാണ്. നമ്മുടെ പെട്ടെന്ന് കളറൊക്കെ മങ്ങിപ്പോവും. ഇപ്പം തന്നെ ഞാൻ എൻ്റെ ശരീരത്തിന് തന്നെ 2 കളറായി. ഈ വെയിൽ കൊണ്ടിട്ട് ഉടുപ്പിടാത്ത ഭാഗം എല്ലാം എൻ്റെ ബ്ലാക്കായി. എത്ര നമ്മൾ ഈ സൺസ്ക്രീൻ പറട്ടി ഈ വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കളറൊക്കെ മങ്ങിപ്പോവും. പക്ഷേ ഈ കഴിയുന്നത് നമ്മൾ രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ പറിക്കണം. ഇപ്പം ഞാൻ ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫ് കിട്ടിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എൻ്റെ വീട്ടിൽ അമരപ്പയറുണ്ട്, ഞാൻ പറിച്ച് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തുന്നത് ഇതൊക്കെ പറിച്ച് അവർക്ക് കൊടുക്കാമെന്ന് കരുതിയാണ് ഈ വെയിലൊന്നും വക വെക്കാതെ ഞാനിത് രാവിലെ പറിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഇതൊന്ന് നോക്ക് ഗൈസ്, ഒരു പാവയ്ക്ക ഇവിടെ കിടക്കുന്നത് പഴുത്തു പോയി. ഇത് ഞാൻ കണ്ടില്ല സത്യത്തിൽ, ഇന്നാണിത് കാണുന്നത്, ഇപ്പോഴാണിത് കാണുന്നത്. പിന്നെ ഒരു പാവയ്ക്ക നിങ്ങൾക്ക് കാണാം ഇവിടെ കിടപ്പുണ്ട്. ഇത് മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇത് പിഞ്ചായിട്ട് കിടക്കുവാണ്, പറിക്കാനായിട്ടില്ല. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ കാണാതെ പെട്ടെന്ന് ഇത് പഴുത്തു പോകും ഗൈസ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം പയറും. ഇത് ഞാൻ കപ്പ നട്ടു വെച്ചതാണ്. അപ്പം അത് ഉണ്ടായി വന്നിട്ടുണ്ട്.
ഒക്കെ പിടിച്ച് ഞാൻ ഓർത്ത് അതൊക്കെ ഉണങ്ങിപ്പോകുമെന്ന് കരുതാണ് വെയിൽ വന്നിട്ട്. പക്ഷെ എന്തായാലും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ പിയർ ചെടിയാണ് ഗൈസ്. ഇതെന്ന് ഞാൻ ഒരു പിയറൊക്കെ പറിച്ച് കഴിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിലോട്ടൊക്കെ ഈ പയറെല്ലാം കയറി ആ ചെടീനെയൊക്കെ ഞെരുക്കി കളഞ്ഞിരിക്കുവാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ അങ്ങ് അനുവദിച്ച് കൊടുത്തേക്കുവാണ് ഗൈസ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇവിടെ എല്ലാം ഒരു ഒരുക്കം നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ വിശേഷം. എൻ്റെ അമരപ്പേർ ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി എല്ലാം പറിച്ചതാണ്. ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കണം. ഇതില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് പോകും. ഇത് കറി വെച്ചാൽ ശരീരത്തിൽ ഞാൻ പറയും ഇത് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ $4 വിലയാണ് ഒരു കിലോയ്ക്ക്, ഒരു പൗണ്ടിന്. അപ്പം നമുക്കിത് വീട്ടിൽ സുലഭമായിട്ട് കിട്ടുമ്പം നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ ഞാനിത് ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടി വിചാരിക്കുന്നു. കുറച്ച് തോരൻ വെക്കണം, ബാക്കി ഫ്രണ്ട്സിനും കൊടുക്കണം. അപ്പോൾ ഈ പാവയ്ക്ക് ഒരു ഇതുണ്ട്, ഇത് കീറി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ചെറുതായിട്ട് ഇതിനെ ഒരു മുട്ടയൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ലതാണ്. ഈ കയ്പൊന്നും നമ്മൾ അറിയത്തില്ല. പാവയ്ക്ക എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് വെജിറ്റബിളും കൂടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പപ്പയ്ക്ക് ഇത് തോരൻ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.